നമസ്കാരം. നമ്മൾ ട്രെയിൻ വഴി യാത്ര പോകുന്ന സമയത്ത് ട്രെയിനിന്റെ പാൻട്രി ഫുഡൊക്കെ വാങ്ങിച്ച് കഴിക്കാറുണ്ടല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ കിട്ടുക പരിപ്പ് കറിയും ചോറും എഗ് ബിരിയാണിയൊക്കെ ആണല്ലോ. പക്ഷേ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ കിട്ടുന്ന ഒരു ട്രെയിൻ നമ്മുടെ രാജ്യത്തുണ്ട്. ഗോവയിലെ മഡ്ഗാവിൽ നിന്നും മുംബൈയിലെ CSMTയിലേക്ക് പോകുന്ന ഇന്ത്യയുടെ ഫുഡി ട്രെയിൻ എന്നറിയപ്പെടുന്ന മണ്ടോവി എക്സ്പ്രസിലാണ് ഇന്നത്തെ യാത്ര. രാവിലെ 8:20 ഗോവയിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ മഡ്ഗാവ് ജംഗ്ഷനിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇവിടുന്ന് രാവിലെ 9:15 മണ്ടോവി എക്സ്പ്രസ് പുറപ്പെടുക. ട്രെയിൻ ഏത് പ്ലാറ്റ്ഫോമിലാണെന്ന് നോക്കാം. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഈ ഭാഗമൊക്കെ അടിപൊളിയാണ്. ഇതന്നെയാണ് പ്രധാനപ്പെട്ടൊരു എൻട്രൻസ് വരുന്നത്. മഡ്ഗാവിലാകെ 6 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. മണ്ടോവി എക്സ്പ്രസ് ഇന്ന് പുറപ്പെടുന്നത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ്. ലല്ലാഗുഡ ലോക്കോമോട്ടീവ് ഷെഡിന് കീഴിലുള്ള WAP7 ആണ് ഇന്നിതിന്റെ ലോക്കോമോട്ടീവ് വന്നത്. ലോക്കോ പൈലറ്റുമാരൊക്കെ കയറി 8:40 ഇപ്പോൾ. മഡ്ഗാവിൽ നിന്ന് മുംബൈ CSMTയിലേക്ക് പോകുന്ന മണ്ടോവി എക്സ്പ്രസിന്റെ നമ്പർ 10104 തിരിച്ചു വരുമ്പോൾ 10103. അതുപോലെ തന്നെ ഇത് റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ്, കൊങ്കൺ കന്യ എക്സ്പ്രസ് ആയിട്ട്. അതിന്റെ നമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇന്നലെ മുംബൈയിൽ നിന്ന് വന്ന മണ്ടോവി എക്സ്പ്രസ് തന്നെയാണ് ഇന്ന് രാവിലെ തിരിച്ച് മുംബൈയിലേക്കുള്ള മണ്ടോവി എക്സ്പ്രസ് ആയിട്ട് പോകുന്നത്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന കോച്ച് സ്ലീപ്പർ ക്ലാസ് ആണ്, S7. 2019 നിർമ്മിച്ച S7 കോച്ചിലാണ് ഇന്ന് യാത്ര. കൊങ്കൺ റെയിൽവേയുടെ ഒരു നെയിം ബോർഡൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ഈ ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നത് കൊങ്കൺ റെയിൽവേ തന്നെയാണ്. അപ്പൊ നമ്മുടെ കോച്ചിലേക്ക് ഇനി കയറാം. നമ്മുടെ കോച്ച് ഇതാണേ, നല്ല വൃത്തിയാണേ. നമ്മുടെ ബെർത്ത് വരുന്നത് അങ്ങ് അറ്റത്താണ്. കേറി ഉടനെ തന്നെയുള്ള സൈഡ് അപ്പറും ഒരു മിഡിൽ ബെർത്തും. അതായത് സൈഡ് അപ്പർ ഈ ഒരു ഭാഗത്തും മിഡിൽ ബെർത്ത് ഈ ഒരു ഭാഗത്തും. സൈഡ് ലോവറും സൈഡ് അപ്പറും കൊടുത്താൽ കിട്ടിയതാണ്. സൈഡ് ലോവറിന് പകരം മിഡിൽ. എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ നേരെ അങ്ങോട്ട് തന്നെ പോവാം. ആ ഭാഗത്ത് മാത്രം ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഈ ട്രെയിനിൽ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തത് 3 ആഴ്ച മുന്നെയാണ്. 8 ബെർത്തുകൾ മാത്രമാണ് ഉണ്ടായത്. അതുകൊണ്ടാകാം സൈഡിൽ ഓവറിന് പകരം മിഡിൽ ബെർത്ത് കിട്ടിയത്. പിന്നെ ഇന്ന് വണ്ടി ഫുള്ള് തന്നെയാണ്. അതുപോലെ തന്നെ 12.5 മണിക്കൂർ കൊണ്ട് നമുക്ക് യാത്ര ചെയ്യേണ്ട ഒരു സമയം വരുന്നത്. ഇവിടുന്ന് മഡ്ഗാവ് നിന്ന് മുംബൈ CST വരെ ഒരാൾക്ക് സ്ലീപ്പർ ക്ലാസ് വന്ന ടിക്കറ്റ് ചാർജ് 415 രൂപയാണ്. ഞങ്ങൾ 3 വർഷം മുന്നേ ഈ മണ്ടോവി എക്സ്പ്രസിന് മുംബൈയിൽ നിന്ന് ഇവിടത്തേക്ക് യാത്ര വന്നിട്ടുണ്ടായിരുന്നു. അന്ന് സ്ലീപ്പർ ക്ലാസിന്റെ എല്ലാ ബെർത്തിന്റെ ഭാഗത്തും ഈ ട്രെയിനിന്റെ പാൻട്രി ഫുഡിന്റെ ആ ഒരു മെനു ഇല്ലേ, അതുണ്ടായിരുന്നു. ഇന്ന് എവിടെയും കാണുന്നില്ല. പോയി മറ്റു കോച്ചിലേക്കും പോയി നോക്കട്ടെ ഉണ്ടോന്ന്. കറക്റ്റ് 9:15 തന്നെ ഇതാ മഡ്ഗാവ് ജംഗ്ഷനിൽ മണ്ടോവി എക്സ്പ്രസ് എടുത്തു. മഡ്ഗാവിനും CSMT റെയിൽവേ സ്റ്റേഷനിടയിൽ ഈ ട്രെയിൻ ആകെ 18 സ്റ്റോപ്പുകളാണുള്ളത്. ഇവിടെ ഇപ്പം ഭാവ്നഗർ തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് വരാനുണ്ട്. മെജോഡ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഇത് വാസ്കോഡ ഗാമയിലേക്കുള്ള ലൈനാണ്. ട്രെയിൻ ഇപ്പോൾ വേർണ എന്നൊരു സ്റ്റേഷനിൽ നിർത്തിയ ഇതാണ് നമ്മുടെ S7 കോച്ച്. ഇതിൻ്റെ തൊട്ട് ഇവിടെ തന്നെയാണ് പാൻട്രി. ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്താൻ കാരണം ഒരു ക്രോസിംഗ് ആണ്. ഈ ട്രെയിൻ റേക്ക് ഷെയറിംഗ് ചെയ്ത് പോകുന്ന കൊങ്കൺ കന്യ ഇല്ലേ, അത് തന്നെയാണ് ഇപ്പോൾ വരാനുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ തവണ വരുന്ന സമയത്ത് ഈ ട്രെയിനിലത്തെ ഒട്ടുമിക്ക കോച്ചിനും നമ്മുടെ ഫുഡിന്റെ ഒരു മെനുവില് എല്ലാ സ്ഥലത്തും ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ കോച്ചിനും അത്യാവശ്യം പോയി നോക്കി, എവിടെ ഇല്ല എന്ന് പറയാം. അതുപോലെ തന്നെ റേക്ക് ഷെയറിങ്ങിന്റെ കാര്യം വരുമ്പോൾ ഇപ്പോൾ വരുന്ന മുംബൈയിൽ നിന്ന് വരുന്ന കൊങ്കൺ കന്യയില്ലേ, അത് ഇന്ന് മഡ്ഗാവിലെത്തിയിട്ട് അത് തന്നെയാണ് ഈ പറഞ്ഞ രാത്രിക്ക് മുംബൈയിലേക്ക് വല്ല കൊങ്കൺ കന്യായിട്ട് പോകുന്നത്. നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഈ ഒരു വണ്ടിയിൽ ഇത് ഇന്നലെ ഈ പറഞ്ഞ പോലെ മുംബൈയിൽ നിന്ന് ഇവിടെ വന്ന മണ്ടോവി എക്സ്പ്രസ് ആണ്. രാത്രിക്ക് ഇവിടെ എത്തി തിരിച്ച് രാവിലെ മണ്ടോവി എക്സ്പ്രസ് ആയിട്ട് മുംബൈയിലേക്ക് പോകും. മുംബൈയിൽ രാത്രിക്ക് എത്തിയ ശേഷമാണ് അവിടുന്ന് മഡ്ഗാവിലേക്കുള്ള കൊങ്കൺ കന്യായിട്ട് വരുന്നത്. കൊങ്കൺ കന്യ ഇതാ കടന്നു വരികയാണ്. നല്ല സ്പീഡിൽ തന്നെയാണ് വരുന്നത്. അങ്ങനെ സുവാരി റിവറിന്റെ ഭാഗത്തേക്ക് ഇതാ എത്തുകയാണ്. റോഡ് ഇതുവഴിയാണ്. റെയിൽ ബ്രിഡ്ജ് ഇവിടെ മുതലാണ് ആരംഭിക്കുന്നത്. ഇതിന്റെ രാത്രിയിലെ കാഴ്ച കാണാം, അടിപൊളിയാണ്.
പാല ഇതുവരെ കഴിച്ചിട്ടില്ല. ഇവിടെയൊക്കെ കണ്ടൽക്കാടുകളാണ്. ഒമ്പത് 56 ട്രെയിൻ ഇപ്പോൾ കർമാലി സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ നണ്ടുസുകളിലൊക്കെ കയറാൻ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മളിന്ന് യാത്ര ചെയ്യുന്ന ട്രെയിനിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഈ കൊങ്കൺ റെയിൽവേക്ക് വരുന്നതിന് മുന്നേ തന്നെ വാസ്കോക്കും മിറാജിനിടയിൽ ഒരു ട്രെയിൻ സർവീസ് ഉണ്ടായിരുന്നു. കൊങ്കൺ റെയിൽവേ വന്ന ശേഷം ആ പറഞ്ഞ ട്രെയിൻ ഇങ്ങോട്ട് വഴിതിരിച്ചു വിട്ടു. അതായത് മുംബൈക്കും ഗോവയ്ക്കും ഇടയിൽ 1999 സമയത്താണ് ഇത് ഓടിത്തുടങ്ങിയത്. അന്നത്തെ റെയിൽവേ മന്ത്രിയായ നിതീഷ് കുമാറാണ് മണ്ടോവി എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് പുനർനാമകരണം ചെയ്തത്. ഈ ട്രെയിൻ തന്നെ മണ്ടോവി എന്നും പറയും, മാണ്ഡവി എന്നും പറയും. അത് ഏത് രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഈ ട്രെയിൻ മണ്ടോവി എന്നുള്ളൊരു പേര് വരാൻ കാരണം ഗോവയിലെ തന്നെ പ്രധാനപ്പെട്ട നദികളിൽ ഒന്നാണ് മണ്ടോവി നദി. ഈ കർമാലി റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കത് കാണാൻ വേണ്ടി സാധിക്കും. ദൂദ് സാഗർ വെള്ളച്ചാട്ടം ഇല്ലേ, അതൊക്കെ മണ്ടോവി നദിയിലാണ്. ആദ്യം തന്നെ ചായയിൽ നമുക്ക് തുടങ്ങാം. ഈ ഗ്ലാസ്സിൽ തന്നെ കൊങ്കൺ റെയിൽ എന്നൊക്കെ എഴുതി കാണാം. ഇവരാണ് ഇതിൽ കാറ്ററിംഗ് നടത്തുന്നത്. അഹൂജ ആൻഡ് കെയർ കാറ്ററിംഗ്. 10 രൂപയാണെന്നൊക്കെ ഇവിടെ ഗ്ലാസ്സിൽ തന്നെ എഴുതിയത് കാണാം. മണ്ടോവി എക്സ്പ്രസ് ഇതാ മണ്ടോവി റിവർ ക്രോസ് ചെയ്യുകയാണ്. ഒരു അടിപൊളി ഭാഗം തന്നെയാണ് കേട്ടോ. നദി അങ്ങനെ അതുവഴിയാണ് ഒഴുകുന്നത്. നോർത്ത് ഗോവയിലെ തിവിം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. 10:31 ഇവിടെ ഒരുപാട് ബീച്ചുകളൊക്കെ ഉണ്ട്. ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ട്രെയിൻ ഫുള്ളാവുന്നത്. നമ്മുടെ ഈ കോച്ചിലേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ കയറാനുള്ളത് ഇവിടെ തന്നെയാണ്. ചാർട്ട് നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അന്തസ്സുകളിലേക്ക് കയറാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. ഇതിലിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡ് കട്ട്ലേറ്റ്, ബ്രെഡ് ഓംലേറ്റ്, സാൻഡ്വിച്ച്, ബർഗറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ഏതാണെന്ന് വെച്ചാൽ വാങ്ങിക്കാം. ഗോവയിലെ ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പായ അപ്പർനാം. ഇനി അടുത്തത് മഹാരാഷ്ട്രയിലാണ് സ്റ്റോപ്പ് ഉള്ളത്, സാവന്തവാടി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് ഇതൊക്കെയാണ്. ഇതൊരു വെജ് ബർഗറാണ്. അത്യാവശ്യം നല്ലൊരു വലുപ്പമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടൊമാറ്റോ കച്ചപ്പ് ഉണ്ട്. ഇതിന് 50 രൂപയാണ്. പിന്നെ ഇതൊരു വെജ് സാൻഡ്വിച്ച് ആണ്. ഇതിന് 40 രൂപയാണ്. ആദ്യം തന്നെ ബർഗർ കഴിക്കാം. ഇത് വെജ് ബർഗർ അല്ല, എഗ് ബർഗർ ആണ്. അതായത് ഒരു ഓംലെറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ സോസും കാര്യങ്ങളൊക്കെ കാണാം. 2 പേർക്ക് കഴിക്കേണ്ട ഒരു ബർഗർ തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ ഫുഡിനൊക്കെ നല്ല ചൂടാണ്. ഇതിപ്പോ മനസ്സിലാവുന്ന പാൻറിലേക്ക് കയറ്റിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് വെജ് സാൻഡ്വിച്ച് തന്നെയാണ്. ഇതിന്റെ അകത്തേക്ക് നോക്കിയാൽ തന്നെ ഒരുപാട് വെജിറ്റബിൾസ് ഒക്കെ കാണാം. ഇനിയിപ്പോ ഇത് കഴിക്കാം. കേട്ടോ. 11:08 ട്രെയിൻ ഇപ്പോൾ സാവന്തവാടി റോഡ് സ്റ്റേഷനിലെത്തിയ. ഇവിടെ ഒരു ട്രെയിൻ വന്ന് കിടക്കുന്നതാണ്. ഇത് ദാദർന്ന് സാവന്തവാടിയിലേക്ക് വരുന്ന തുത്താരി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇവിടത്തേക്ക് മാത്രം സർവീസ് ഉള്ള ഒരു വണ്ടി. ഇവിടെ പ്ലാറ്റ്ഫോമിന് വലിയൊരു പ്രത്യേകത ഉണ്ട്. ഈ ഭാഗത്തും നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇതിന്റെ നേരെ ആ ഒരു സൈഡിൽ ഇറങ്ങാൻ പറ്റും. എങ്ങനെയുണ്ടായിരുന്നു ഈ ഫുഡൊക്കെ? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. ട്രെയിൻ ഇപ്പോൾ സിന്ധുദുർഗ് സ്റ്റേഷനിലെത്തി. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ് ഉള്ളത്. ഇവിടെ നിന്ന് ഒരു വണ്ടി വരുന്നത് കാണാം. മുംബൈ CSMTന്ന് മഡ്ഗാവിലേക്കുള്ള വന്ദേ ഭാരത്. വന്ദേ ഭാരത് വരികയാണ്. വലിയ സ്പീഡൊന്നുമില്ല. ഇത് 8 കാർ വന്ദേ ഭാരതാണ്. ഇതിവിടെ നിർത്തുവോ? ഇല്ല. ഞങ്ങൾ ഈ വണ്ടിയിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. എന്തായാലും ഒരു ദിവസം യാത്ര ചെയ്യാം. രാവിലെ അവിടെ നിന്ന് വിട്ട വണ്ടിയാണ്.
ഉച്ചയ്ക്ക് തന്നെ ഇത് മഡ്ഗാവിലെത്തും. 12 മണിയായി ഇപ്പോൾ. ട്രെയിൻ കങ്കാവലി സ്റ്റേഷനിലെത്തിയേ. ഇവിടെ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ സ്റ്റേഷൻ്റെ ഈ ഭാഗത്ത് നോക്കിയാൽ പുറത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. കങ്കാവലി റെയിൽവേ സ്റ്റേഷൻ്റെ പ്രധാനപ്പെട്ടൊരു എൻട്രൻസ് ഒക്കെ ഇത് അങ്ങ് അവിടെയാണ് വരുന്നത്. ഓട്ടോ സ്റ്റാൻഡാണ്. പിന്നെ ഇതുവഴി തന്നെയാണ് പ്രധാനപ്പെട്ട റോഡും കടന്നു പോകുന്നത്. സാവന്തവാടി റെയിൽവേ സ്റ്റേഷനും ഏകദേശം ഈ ഒരു പുറത്തെ കാഴ്ചയൊക്കെ ഇതുപോലെ തന്നെയാണ്. ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാം. ഇതൊരു മിക്സ് ഫ്രൂട്ട് ആണ്. ഇതിന് ഈ ഒരു പാക്കറ്റിന് 50 രൂപയാണ്. ഇവിടേക്ക് ഇപ്പം നല്ല ചൂടാണ്. ഈ ചൂട് സമയത്ത് ഈ ഫ്രൂട്ട്സിന് നല്ല തണുപ്പുമാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മസാലയൊക്കെ ഉണ്ട്. അതായത് ഈ മസാല ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് കഴിക്കാനായിരിക്കും നല്ല രസം. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് ഇതിൻ്റെ അകത്തൊക്കെ. അത്യാവശ്യം ഈ ഒരു 50 രൂപക്കുള്ള എന്തായാലും ഉണ്ട് കേട്ടോ. കാരണം ഇത്രയും വലിയൊരു പാത്രത്തിൽ ഇത്രയും നിറച്ചു ഫ്രൂട്ട്സ് അല്ല ആദ്യം തന്നെ കഴിക്കാം. പൈനാപ്പിളും അതുപോലെ തന്നെ വാട്ടർമെലൻ. പിന്നെ എന്താ ഉള്ളത്? പൈനാപ്പിൾ ഉണ്ട്. ഇതിൻ്റെ അകത്തേക്കുണ്ട്, ഒരുപാടുണ്ട്. രണ്ടുപേർക്ക് സുഖത്ത് കഴിക്കാം. പപ്പായ. ഈ കോച്ചിൻ്റെ അകത്തൂടെ തന്നെ പില്ലോ കൊണ്ടുവരുന്നുണ്ട്. അതായത് ഒരു പില്ലോ വാങ്ങണമെങ്കിൽ 20 രൂപ കൊടുക്കണം. ട്രെയിൻ ഇപ്പോൾ നന്ദഗാവ് റോഡ് സ്റ്റേഷനിൽ നിർത്തിയ ക്രോസിംഗ് ആണ്. മുംബൈയിൽ നിന്ന് മഡ്ഗാവിലേക്കുള്ള തേജസ്. എത്ര കിലോമീറ്റർ ഉണ്ട് ഇനി? 4 കിലോമീറ്റർ കൂടി ഉണ്ട്. തേജസ് കടന്നു വരികയാണ്. WP7 ആണ്. അയ്യോ, ആ പട്ടി എന്തായാലും ചാവും കേട്ടാ, ഉറപ്പാണ്, 100%. കാരണം അത്രയും സ്പീഡിലാണ് വണ്ടി വന്നത്. അതിൻ്റെ ആ ഒരു വയറിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇടിച്ചത്. നിങ്ങൾ ആ ഒരു വണ്ടി വരുന്ന സമയത്ത് തന്നെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒന്നും പറയാനൊന്നും ഇല്ല ഇതിൽ. ട്രെയിനിൽ ലോറി കയറ്റി കൊണ്ടുപോകുന്ന ഒരു കാഴ്ച. റോറോയാണിത്. നമ്മുടെ കേരള വണ്ടി ഉണ്ടോ നോക്കട്ടെ. മഹാരാഷ്ട്ര വണ്ടിയാണ് കൂടുതലും. കർണാടക വണ്ടിയുണ്ട്. ഇതൊക്കെ MH RJ രാജസ്ഥാൻ, GJ ഗുജറാത്ത്, K കർണാടക. ഇത് തമിഴ്നാടാവാനാ സാധ്യത. അല്ല, കേരള, കൊല്ലം വണ്ടി. ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ. ശരിക്കും ഇവർ ഡ്രൈവ് ചെയ്ത് പോകുന്നതിനെക്കാട്ടി എത്രയോ ലാഭമാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ട്രെയിനിൽ കൊണ്ടുപോകുന്നത്. ഒരുപാട് പൈസ ലാഭിക്കാം. ട്രെയിൻ ഇപ്പോൾ എത്തിയത് രാജാപൂർ റോഡ് സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് ഇപ്പോഴേ വണ്ടി എടുക്കൂല അല്ലേ? ഒരുപാട് ക്രോസിങ്ങൾ നമ്മൾ കണ്ടല്ലോ. ഇനിയിപ്പോ പറഞ്ഞാൽ ഒരു ഓവർടേക്കിംഗ് ആണ്. ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് നിന്ന് 7:15 പുറപ്പെട്ട നമ്മുടെ ഡൽഹിയിലേക്ക് പോകുന്ന രാജധാനി ഇപ്പൊ നമ്മൾ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്തിട്ട് പോകും. രാജധാനി കടന്നു വരികയാണ്. ലൈറ്റൊക്കെ ഇട്ടോണ്ടാണ് വരുന്നത്. തുഗ്ലക്കാബാദിന്റെ WP7 ആണ്. ഈ രാജധാനിയിൽ ഞങ്ങൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. ഒരു തവണ എന്തായാലും യാത്ര പോവാം. ഇതിൽ യാത്ര പോകുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് AC തന്നെ പോകണം. രണ്ടുപേർക്കും യാത്ര പോകണമെങ്കിൽ ഏകദേശം 20,000 രൂപേൻ്റെ അടുത്തെന്തായാലും വരും. അത് പോയി. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഞങ്ങൾ വാങ്ങിച്ചേ. ഇതിൻ്റെ അകത്ത് ഫ്രൈഡ് റൈസ്, ന്യൂഡിൽസ്, ബിരിയാണി, അങ്ങനെ എല്ലാം ഉണ്ട്. ഞങ്ങൾ 2 ടൈപ്പ് ഫ്രൈഡ് റൈസാണ് വാങ്ങിച്ചത്. ഇത് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആണ്. ഇതിന് 80 രൂപയാണ്. ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഇതിന് 115 രൂപ. പിന്നെ ഇത് രണ്ടും ഗുലാബ് ജാമുനാണ്. ഇതിന് ഒന്നിന് 45 രൂപയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല ചൂടാണ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ആദ്യം തന്നെ
ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇങ്ങനെയാണ് ഫ്രൈഡ് റൈസ് വരുന്നത്. പിന്നെ ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇത് എന്തെങ്കിലും കറി ആകാൻ ചാൻസ് അല്ലേ? റൈറ്റ് ആവാം. അല്ലല്ല, റൈറ്റ് അല്ല, കറി തന്നെയാണ്. നോൺ വെജില് ഈ ഫ്രൈഡ് റൈസ് ഒക്കെ നല്ല ചൂടുണ്ട് പോനു. അവിടെ മറിയാതെ നോക്കണേ. ഇല്ല, മറിയില്ല. അവിടെ വെച്ചോ. എനിക്ക് മിക്കവാറും അത് ചിക്കൻ്റെ ആയിട്ട് ഒരു ഗ്രേവി ആകാനാണ് സാധ്യത അല്ലേ? അതുപോലെ തന്നെ ഇനി വെജ് ഓപ്പൺ ചെയ്താല് ഇങ്ങനെ ഇതിന്റെ അകത്തും സെയിം തന്നെയുള്ള ഒരു ഗ്രേവി. ഇത് മിക്കവാറും നോൺ വെജ് ഗ്രേവി ആയിരിക്കില്ല. ഇത് മാറ്റിക്കോ, ഓപ്പൺ ആക്കണ്ട. അതുപോലെ തന്നെ ഇനിയിപ്പോ ചൂട് ഗുലാബ് ജാമുനും. ഇത് തൊട്ടോ എന്തൊരു ചൂട്! അത് നമുക്ക് ഇതൊക്കെ കഴിച്ച് പതിയെ കഴിച്ചാൽ മതി. എന്നാലും അതിന്റെ ആ ഒരു ചൂടൊക്കെ കുറഞ്ഞു വരുള്ളൂ. അതുപോലെ തന്നെ ഉണ്ടല്ലോ ചിക്കൻ നൂഡിൽസ് ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ ഒരുപാട് പേര് ചിക്കൻ ബിരിയാണി വാങ്ങുന്നവരുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചിക്കൻ ലോലിപോപ്പ് ഇത് വഴി പോകുന്നുണ്ട്. അത് നമുക്ക് കുറച്ച് മിനിറ്റ് വാങ്ങിക്കാം. അതുപോലെ തന്നെ ചില്ലി ചിക്കനും ഉണ്ട്. ഇതാ ഇതിന്റെ അകത്ത് 2 എണ്ണമാണ് ഉള്ളത്. ആദ്യം തന്നെ വെജ് ഫ്രൈഡ് റൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. എല്ലാ ഭക്ഷണത്തിനും നല്ല ചൂടാണ്. ഒരു ടണലിന്റെ അകത്തേക്ക് കയറി കേട്ടോ. ഇനി ചിക്കൻ ഫ്രൈഡ് റൈസ് മുട്ടയൊക്കെ മുട്ടയുണ്ട്. ഇതാണ് ചിക്കൻ്റെ ഓരോരോ പീസുകൾ, ചെറിയ ചെറിയ പീസുകളാണ്. ഇത് ഇതെങ്ങനെ നോക്കാം. ഇതിന് കുറച്ച് എരിവുണ്ട് കേട്ടോ. എരിവുണ്ടല്ലേ? എരിവുണ്ട്, അതുകൊണ്ട് നോക്കി കഴിച്ചാൽ മതി. രത്നഗിരി റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നെയാണ് ഈ കാഴ്ച. ഇനിയിപ്പോൾ നേരെ ഒരു ടണലിലേക്ക് കയറുകയാണ്. രണ്ടേ 40 ട്രെയിൻ ഇപ്പോൾ രത്നഗിരി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. വടാപ്പാവ് വിൽക്കാൻ വരുന്നവരാണ് ഇവരൊക്കെ. അണ്ടർസോണിൽ കയറാനുള്ള തിരക്ക് നോക്കി ഇവിടുന്ന്. ഇത് തിരക്ക് നോക്കിക്കോ. ജനറൽ ഇതാ ഇവിടുന്ന് ഫുള്ളാവുകയാണ്. നമ്മുടെ കോച്ചിൻ്റെ അകത്തേക്ക് വടാപ്പാവും ഫ്രൂട്ട്സും അങ്ങനെയുള്ളതൊക്കെ കയറുന്നത് കാണാം. മുംബൈ CSMTന്ന് രാവിലെ പുറപ്പെട്ട മണ്ഡോവി എക്സ്പ്രസ് ഇത് രാത്രിക്ക് ഇനി മഡ്ഗാവിലെത്തും. ഇതാണ് ഇനിയിപ്പം നാളെ മണ്ഡോവി എക്സ്പ്രസ് ആയിട്ട് മുംബൈയിലേക്ക് വരിക. ട്രെയിനിൽ നിന്ന് അടുത്തൊരു ഐറ്റം വാങ്ങി. ചിക്കൻ ലോലിപോപ്പ് 5 ചെറിയ പീസുകളാണ് ഉള്ളത്. ഈ ഒരു പ്ലേറ്റിനായത് 120 രൂപയാണ്. ചിക്കൻ ലോലിപോപ്പിന്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അടിപൊളി. ഇത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ ആ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വാങ്ങിക്കാമായിരുന്നു. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേറ്റ് മാത്രം മതി. 4:05 ട്രെയിൻ ഇപ്പം ഇതാ ചിപ്ലുൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അണ്ടർസോണിൻ്റെ ഭാഗത്തേക്ക് ഒരുപാട് പേര് ഓടി പോവുകയാണ്. ഇപ്പം മുംബൈയിലേക്ക് പോകാൻ പറ്റിയ നല്ലൊരു വണ്ടിയാണല്ലോ ഇത്. ഇത് നമ്മുടെ കോച്ചിലേക്ക് ഇവിടുന്ന് ആൾക്കാരൊക്കെ കയറുന്നത് കാണാം. 4:30 ട്രെയിൻ ഇപ്പോൾ ഖേദ് സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടുന്ന് മിക്കവാറും ഇപ്പോഴേ വണ്ടി എടുക്കാനുള്ള സാധ്യതയില്ല. ഒരു ട്രെയിൻ വരാനുണ്ട്, മുംബൈയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ്. മിക്കവാറും അത് വന്നതിന് ശേഷം മാത്രമേ ഈ ട്രെയിൻ ഇവിടുന്ന് എടുക്കാൻ സാധ്യതയുള്ളൂ. നോക്കാം. ഈ സ്റ്റേഷൻ്റെ ഈ ഭാഗത്തേക്ക് മുഴുവനും മലനിരകളാണ്. May I have your attention please?
Train number 5054 Madgaon, Mumbai Chhatrapati Shivaji Maharaj Terminus, Mandavi Express is now ready for departure from platform number 5. Wish you all a very happy and comfortable journey. ട്രെയിൻ ഇപ്പോൾ മൻഗാവ് സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. 5:30 ഇപ്പോൾ. ഇവിടെ 2 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ്. ഈ മണ്ടോവി എക്സ്പ്രസിന് ഒരു ഫുഡ് മെനു തന്നെയുണ്ട്. അതായത് ഇപ്പൊ ഈ ട്രെയിനിൽ ഒരു കോച്ചിൽ പോലും ഫുഡ് മെനു കാണുന്നില്ല പറഞ്ഞില്ലേ. ഇതിന്റെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ചെറിയൊരു ഫോട്ടോ ഉണ്ട്. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇപ്പൊ അതിന്റെ ചെറിയൊരു റേറ്റ് ചിലപ്പോൾ വ്യത്യാസമൊക്കെ വന്നേക്കാം. പിന്നെ ഈ ഒരു ട്രെയിനിൽ ഈ ഒരു കാറ്ററിംഗിൽ ഇത് എല്ലാ സമയത്തും ഒരേ ഫുഡ് തന്നെ ആയിരിക്കണമെന്നില്ല. സീസണൽ സമയത്ത് പ്രത്യേകതരം ഫുഡൊക്കെ എന്തായാലും കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ സാധാരണ ട്രെയിനിലൊക്കെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം എന്താ പറയാ സമൂസ ഉണ്ടാവും. അതുപോലെ തന്നെ ഇപ്പൊ ഈ റൂട്ടിൽ വടാപ്പാവ്, അങ്ങനെ കട്ട്ലറ്റ്, എല്ലാം അതൊക്കെ ഈ ഒരു ട്രെയിനിൽ കൂടി ഉണ്ട്. പിന്നെ അതിനിടയിൽ ഇപ്പൊ ദോശ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ട്രെയിനിൽ. വൈകുന്നേരം ആയല്ലോ, പാൻട്രിന്ന് ഒരു പ്ലേറ്റ് കാന്താബജി വാങ്ങിച്ച്. നമ്മുടെ നാട്ടിലത്തെ ഉള്ളിവട, ഇവിടെ മഹാരാഷ്ട്രയിലത് കാന്താബജി. ഈ ഒരു പ്ലേറ്റിന് 30 രൂപയാണ് ആയത്. അപ്പോൾ നല്ല ചൂടോടെ കൂടി തന്നെ ഇനിയിപ്പോൾ ഇത് കഴിക്കാം. ഇതൊരു ചെറിയ ചെറിയ പീസാണ് കേട്ടോ. ഇത് കടലമാവിലാണ് ആക്കുന്നത്. ഉള്ളിയൊക്കെ താരതമ്യേന വളരെയധികം കുറവാണ്. പിന്നെ ജീരകമൊക്കെ ഉണ്ട്. അടുത്ത സ്റ്റോപ്പിന് പനവേലാണ്. രാത്രി ഇപ്പോൾ 7 മണി. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ഒരു സൂപ്പ് കുടിക്കാം. ടൊമാറ്റോ സൂപ്പാണ്. ഈ ഒരു സൂപ്പിന് 35 രൂപയാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാണല്ലോ ഈ ഭാഗത്ത് നല്ല തണുപ്പാണ്. രാത്രിക്ക് മുംബൈയിലേക്ക് എത്തുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. അപ്പോൾ ആ ഒരു തണുപ്പ് സമയത്ത് ഈ ഒരു സൂപ്പ് കുടിക്കാം. 7:40 ഇപ്പോൾ. ട്രെയിൻ ഇതാ പനവേൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടെ 5 മിനിറ്റ് ഉണ്ടായിരുന്നു സ്റ്റോപ്പ്. ഈ CSMT ഭാഗത്തേക്ക് പോകാനുള്ളവർക്കൊക്കെ ഇവിടെ ഈ ട്രെയിനിൽ ഇറങ്ങിയിട്ട് ലോക്കൽ ട്രെയിനിൽ പോവാം. കാരണം അതാണ് എളുപ്പം. പെട്ടെന്ന് എത്തുക അത് തന്നെയാണ്. പനവേലിൽ ലോക്കൽ ട്രെയിൻ വരിക അങ്ങ് ആ ഭാഗത്താണ്. പെട്ടെന്ന് തന്നെ CST എത്താൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിലുണ്ടല്ലോ പനവേൽ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. അതായത് അവിടെ ലോക്കൽ ട്രെയിൻ ഉണ്ടല്ലോ, 50 കിലോമീറ്റർ ദൂരം മാത്രമേ പനവേലിൽ നിന്ന് CSTക്കുള്ളൂ. ഒരു 1.25 മണിക്കൂർ കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ മണ്ടോവി എക്സ്പ്രസ്സിലാണല്ലോ പോകുന്നത്. അതായത് ഈ എക്സ്പ്രസ് ട്രെയിനൊക്കെ പോകുന്ന റൂട്ടാണെങ്കിൽ 50 കിലോമീറ്റർ അല്ല എടുക്കുന്ന ദൂരം. അതായത് 68 കിലോമീറ്റർ ആണ് പനവേലിൽ നിന്ന് CSTയിലേക്ക് വരുന്ന ദൂരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റേത് 1.25 മണിക്കൂർ വരുന്ന സമയം കൊണ്ട് ആണെങ്കിൽ ഇതാണെങ്കിലോ ഏകദേശം നേരത്തെ 7:45 കഴിഞ്ഞല്ലോ പനവേൽ വിടുമ്പം തന്നെ. ഇതൊരു 9:30 കൂടി മാത്രമേ എവിടെ എത്തുള്ളൂ, CSTയിൽ എത്തുള്ളൂ. അതായത് എക്സ്പ്രസ് ട്രെയിൻ കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്. ട്രെയിൻ ഇതാ താനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇനി CSMT റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ ഒരു സ്റ്റോപ്പ് കൂടി ഉണ്ട്, ദാദർ. മണ്ടോവി എക്സ്പ്രസിന്റെ പാൻട്രിൽ വന്നേ. ഇവിടെ ഇതാ മെനു കാർഡ്, അതിൽ കറക്റ്റ് പ്രൈസൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ മണ്ടോവി എക്സ്പ്രസ്സിലെ ഞങ്ങളുടെ രാത്രി ഭക്ഷണം വാങ്ങിച്ച ചിക്കൻ ബിരിയാണിയാണ് രാത്രിക്ക് വാങ്ങിച്ചത്. ഇതാ ഇവിടെ 150 എന്നൊക്കെ എഴുതിയത് കാണാം. പാൻട്രി പോയ സമയത്ത് തന്നെ അവിടുത്തെ ആ ഒരു മെനുവിൻ്റെ ഒരു ലിസ്റ്റ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടാണ്. ഇതിലും ഒരു ഗ്രേവിയൊക്കെ ഉണ്ട്. ഉച്ചക്കിട്ട് അതേപോലെ തന്നെ ആയിരിക്കും ഗ്രേവി. ഒരു ബിരിയാണിയിൽ 3 ഇതുപോലുള്ള ചെറിയ പീസുകളാണുള്ളത്. 9:27 ട്രെയിൻ ഇപ്പോൾ ദാദർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഇനിയിപ്പോൾ അടുത്തതാണ് CSMT. ഈ ട്രെയിനിലെ ഒരു 90% ആൾക്കാരും ഇവിടെ തന്നെയാണ് ഇറങ്ങിയത്. ഇപ്പോൾ ട്രെയിനിൻ്റെ അകത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇതാ ഈ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഇപ്പം ഒരുപാട് ലോക്കൽ ട്രെയിനുകൾ ഇപ്പോൾ ഇവിടെ വരും. രാത്രിയിലെ മുംബൈ നഗരത്തിൻ്റെ ഒരു കാഴ്ച കണ്ട ഇതല്ലേ. എന്റെ പൊന്നെ, ഒരു കിടിലൻ ഫ്രൈ. ഇനിയിത് മുകൾ ഭാഗത്തു നിന്നാണ് ട്രെയിൻ ഇറങ്ങി വരുന്നത്. നല്ല രസമാണ് കാണാൻ.
ഇത് ബൊറിവലി ഭാഗത്തുനിന്ന് ആയിരിക്കണം. ഇത് ബൊറിവലി ഭാഗത്തുനിന്ന് വരുന്ന ട്രെയിനാണെന്ന് പറഞ്ഞില്ലേ. നമ്മുടെ തിലക് നഗറില്ലേ, കുർള, അതായത് ലോകമാന്യ തിലകിൻ്റെ ഭാഗം, അവിടുന്ന് വരുന്ന ട്രെയിനും ആയിരിക്കാം ചിലപ്പോൾ. ഇത് മസ്ജിദ് എന്ന സ്റ്റേഷനാണ്. ഇതിന് അടുത്ത് തന്നെയാണ് ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. മണ്ഡോവി എക്സ്പ്രസിന്റെയും കൊങ്കൺകന്യ എക്സ്പ്രസിന്റെയും റേക്ക് ഷെയറിങ്ങിനെ പറ്റി ഒരു കാര്യം കൂടെ പറയാം. ഈ രണ്ട് വണ്ടികളും മഡ്ഗാവിൽ എത്തിക്കഴിഞ്ഞാൽ റേക്ക് ഷെയറിംഗ് ഇല്ല. ഈ മുംബൈയിൽ എത്തുമ്പോഴാണ് റേക്ക് ഷെയറിംഗ് വരുന്നത്. ഇപ്പോൾ ഈ വണ്ടി ഒരു 9:45 ആകുമ്പോൾ CSMT എത്തുമല്ലോ. എന്നിട്ട് 11:04 തിരിച്ച് മഡ്ഗാവിലേക്ക് കൊങ്കൺകന്യയായിട്ട് പോകും. അതുപോലെ തന്നെ രാവിലെ ഇവിടെ എത്തുന്ന കൊങ്കൺകന്യയാണ് തിരിച്ച് രാവിലെ ഇങ്ങോട്ട് തന്നെയുള്ള മണ്ഡോവി എക്സ്പ്രസ് ആയിട്ട് വരുന്നത്. മഡ്ഗാവിൽ നിന്നും 582 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മുംബൈയിലെ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 9:39 ഇപ്പോൾ. ഈ പ്ലാറ്റ്ഫോം ഏതാണെന്ന് അറിയില്ല, നോക്കാം. ഈ ട്രെയിനിൻ്റെ അൺറിസർവ്ഡിലേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നത് കാണാം. കാരണം ഇത് തന്നെയാണല്ലോ ഇപ്പോൾ കൊങ്കൺകന്യയായിട്ട് പോകുന്നത്. ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. ഇനിയിപ്പോൾ ഈ ട്രെയിനിൻ്റെ ക്ലീനിങ്ങും പരിപാടികളൊക്കെയാണ്. പെട്ടെന്ന് തന്നെ അതൊക്കെ ചെയ്യും. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇത് മഡ്ഗാവിലേക്കും പോകും. അതിന് കയറേണ്ട ആൾക്കാർ ഇപ്പോഴേ ഇവിടെ വന്നു. നമുക്കിനി നേരെ പുറത്തേക്ക് പോവാം. മണ്ഡോവി എക്സ്പ്രസ് ആയിട്ട് ഇപ്പം ഇവിടെ വന്നതേ ഉള്ളൂ ഈ ട്രെയിൻ. ഇതാ കൊങ്കൺകന്യക്ക് പോകാനുള്ള ആൾക്കാരുടെ തിരക്കാണിത്. ആൾക്കാർ പെട്ടെന്ന് തന്നെ ഇടിച്ച് കയറി. പകുതി ആൾക്കാർ ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയില്ല. പക്ഷെ എന്താ നോക്കി, എനിക്ക് തോന്നുന്നത് ഒരുപാട് ആൾക്കാർ താനെ ഭാഗത്തിനെ കയറിയിരുന്നു. അതാണ് CST റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ഒരു 400 മീറ്റർ മാറിയിട്ടുള്ള ഒരു സ്ഥലത്ത് ഞങ്ങളൊരു ഡോർമെട്രി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പും വെച്ച് അങ്ങോട്ട് നടക്കുവാണ്. ഏകദേശം എത്താനായി. ഓൺലൈൻ വഴി ഞങ്ങൾ ബുക്ക് ചെയ്ത ഡോർമെട്രിയൊക്കെ അങ്ങനെ ഫൈനലി കണ്ടുപിടിച്ചു. ഒരു നൈറ്റാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. 750 രൂപയാണ് ഇവിടുത്തെ ചാർജ് വന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം നേരെ ട്രെയിൻ കയറി ഗുജറാത്തിലേക്ക് പോവുകയാണ്. ഗുജറാത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു വീഡിയോ മാറ്റി ശ്രമിക്കുന്നതിലേക്കും ബൈ.